ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ലെന്നാണ് പറയുന്നതെങ്കിൽ പിന്നീട് ഒരു തരത്തിലും അവളെ ശല്യപ്പെടുത്തരുതെന്നും കൂടി പറയണം. അവളെ ബോധ്യപ്പെടുത്താൻ അവൻ പല കാര്യങ്ങളും ചെയ്തിട്ടും മനസ്സിലാക്കാത്ത അവൾ ഇനി ഒരിക്കലും അവനെ മനസ്സിലാക്കാനും പോകുന്നില്ല. വന്നാലും കൊണ്ടുപോകുകയില്ല. അപ്പൊ മേഡത്തിനോട് ഇതാര് പറയും? എന്റെ അമ്മയല്ലേ, ഞാൻ പറഞ്ഞ കേട്ടോളൂ. ചെല്ല്, പോയി അവരവരുടെ കാര്യങ്ങളൊക്കെ നടത്ത്. വലിയ ഉപകാരമായി. ആയിക്കോട്ടെ, വരട്ടെ. ചെല്ല്. ഓ ശരിയെന്നാ. ചെല്ലേട്ടാ. ഞാൻ വെറുതെ ഒന്ന് വരട്ടിയതാ. എങ്ങനെയുണ്ടായിരുന്നു? അതൊക്കെ നന്നായിരുന്നു. അല്ല, എന്തിനാ അവര് വരണ്ടാന്ന് പറഞ്ഞത്? മറ്റേ സാധനത്തിനെ കൊണ്ടുപോവാൻ. ചന്ദ്രാമയ്ക്ക് മനസ്സിലായില്ലേ? ഇവരൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ചിന്നുന് വരാൻ പറ്റാത്തത്. ഇപ്പൊ സീറ്റ് ഫ്രീ ആയ സ്ഥിതിക്ക് കാറിൽ അയാളെയും കൊണ്ടുപോവാലോ. അയാളും കൂടെ ഉണ്ടെങ്കിലേ എന്തെങ്കിലും ചൊറിഞ്ഞും മാന്തിയൊക്കെ സമയം പോക്കോളൂ. അതൊക്കെ ശരിയാ. പക്ഷേ ഈ കാര്യം ഇനി മാഡത്തിനോട് ആര് പറയും? അതാണൊരു പ്രശ്നം. ഞാൻ പോയി അച്ഛനെ ഒന്ന് കുപ്പിയിലാക്കി നോക്കട്ടെ. കുപ്പിയിലിറക്കാനേ അച്ഛനെന്താ ഭൂതാണോ? ചില നേരത്ത് അച്ഛനെ ഞാൻ ഭൂതമാക്കും. ജീം ബൂം ബാ ആലംബന. ചിന്നു, എനിക്ക് ഇന്നോ ഇന്നലെയോ നിന്നോട് തോന്നിയ ഇഷ്ടമല്ല. ഒത്തിരി ദിവസമായി. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടം. തൻ്റെ ഈ മൗനം ഞാൻ സമ്മതമായി കണ്ടോട്ടെ. അല്ലെങ്കിൽ അത് ശരിയാവില്ല. പഴഞ്ചനായി പോയെന്ന് തോന്നുന്നു. പുതിയ ട്രെൻഡ് പിടിക്കാം. കാലത്തിന്റെ ചിറകിലേറി കാറ്റും മഴയും വെയിലും കൊണ്ട് ഋതുക്കൾ മാറുന്നതറിയാതെ നമുക്കൊരു ജീവിതയാത്ര നടത്തിയാലോ? പോരുന്നോ എന്റെ കൂടെ? ഇത് കലക്കും. ഇത്രയും പറയുമ്പോ ചിന്നു വീഴും. ഇത് കുറച്ച് ഓവറായോ? അതോ ഐ ലവ് യു എന്ന് നേരെ അങ്ങ് പറഞ്ഞാലോ? ഈ ഋതുക്കളും ജീവിതയാത്രയൊന്നും ചിലപ്പോൾ വർക്കൗട്ട് ആവത്തില്ല. ഒരു ലാലറ്റൻ സ്റ്റൈൽ പിടിച്ചാലോ? ഐശ്വര്യ ചേച്ചി അർജുനേട്ടൻ സ്നേഹിക്കുന്ന പോലെ ചിന്നു എന്നെ സ്നേഹിക്കാമോ? ഇതൊന്നും എന്നെ കൊണ്ട് നടക്കില്ല. ആരോടെങ്കിലും ചോദിക്കാം. അതേ പറ്റൂ. എന്തായാലും ഞാൻ പറയും, ഉറപ്പാ. ഓൾ ദ ബെസ്റ്റ്. എന്റെ പൊന്നു പ്രണവേ, ഞാൻ എന്താ വഴിയിൽ നോക്കട്ടെ. ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞതാ എനിക്ക് ഈ കാര്യത്തിൽ എക്സ്പീരിയൻസ് ഇല്ലാന്ന്. ഞാൻ ആരോടെങ്കിലും ഒന്ന് ചോദിക്കട്ടെ, എന്നിട്ട് പറയാം. എടാ, ശല്യം ചെയ്യാതെടാ പ്രണവേ. ഞാൻ തിരിച്ചു വിളിക്കാം നിന്നെ. ഓ, ഉറപ്പായിട്ടും വിളിക്കാം. ശരി. ഇങ്ങനെയുണ്ടൊരു ശല്യം. എന്താ? ഒന്നും പറയണ്ടെന്നേ. എന്റെ കൂടെ കോളേജിൽ പഠിച്ചൊരു ഫ്രണ്ടാ, പ്രണവെന്ന അവന്റെ പേര്. കോളേജിൽ വെച്ച് തന്നെ പ്രണവിന് ജാസ്മിൻ എന്ന് പറഞ്ഞൊരു ജൂനിയർ കോച്ചിനോട് ഇഷ്ടമുണ്ടായിരുന്നു. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അവളില്ലെങ്കിൽ അവൻ ചത്തു കളയുന്നവരെ പറഞ്ഞതാ. ഇപ്പൊ എന്തു പറ്റി? എന്തു പറ്റാനാ?
അവക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പല വഴികളും അവൻ നോക്കി. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. അവനവളെ ഇഷ്ടാണെന്ന് പറയാൻ ഇതുവരെ പറ്റിയിട്ടുമില്ല. അതിന് അവനല്പം ധൈര്യക്കുറവുണ്ട്. എന്താ വഴിയെന്ന് ചോദിച്ചു വിളിച്ച് ശല്യപ്പെടുത്തുക. എന്നാ പിന്നെ എന്തെങ്കിലും വഴി പറഞ്ഞു കൊടുത്തൂടെ? അതിനെനിക്കറിയണ്ടേ? ഞാനിതുവരെ ആരും സ്നേഹിച്ചിട്ടില്ലല്ലോ. അതല്ല ഇവിടുത്തെ പ്രശ്നം. ചന്ദ്രാമ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? അല്ല, അതല്ല, എന്തെങ്കിലും വഴിയുണ്ടെന്ന് അറിയാനാ. പാവം പ്രണവ്. സ്നേഹിക്കാത്തവരായി ആരും ഇല്ലല്ലോ. ഞാനുണ്ട്. അതിന് ഇനി സമയം കിടക്കുകയല്ലേ? ജീവിതം തീരുന്നതിന് മുൻപ് നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും ഒരാൾ നമ്മളിലേക്ക് കടന്നു വരും. ഒന്നുകിൽ സന്തോഷം, അല്ലെങ്കിൽ വേദന. ഇതിലേതെങ്കിലും ഒന്ന് നമുക്കവര് തരും. തരണം, അതാണ് അതിന്റെ ഒരു ശരിയും. ലോകത്തിലെ ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയോ? നമ്മളെ സ്നേഹിക്കുന്നവര് നമ്മളെ മനസ്സിലാക്കാതിരിക്കുന്നതാ. ഇത്രയും വർഷമായി ആ പെൺകുട്ടിയുടെ പുറകെ കൂട്ടുകാരൻ നടക്കുന്നു പറഞ്ഞില്ലേ? ഇനി പറയുമ്പോ ആ പെൺകുട്ടി ഇഷ്ടമല്ലെന്ന് പറഞ്ഞ അയാളുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കി. അയാളുടെ സന്തോഷം, സമാധാനം എല്ലാം പോയില്ലേ? ഇത്രയും നാളും കണ്ട സ്വപ്നങ്ങളും അയാളുടെ സമയവും ഒരു നോ കൊണ്ട് പോയില്ലേ? ഇഷ്ടം തോന്നിയ അത് അവരുടെ മുഖത്ത് നോക്കി പറയണം. അത് നമ്മൾ അവരോട് കാണിക്കുന്ന ഒരു മര്യാദ കൂടിയാ. ഇഷ്ടം പറയാതെ അത് മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഒരു ദിവസം അത് പറയുമ്പോ അവരുടെ ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലെങ്കിൽ അത് നമ്മളെ തളർത്തും. മനസ്സിലിട്ട് കൂടുതൽ വളർത്താതെ ഇഷ്ടം തോന്നുമ്പോ അത് അപ്പൊ തന്നെ പറയുന്നതാ നല്ലത്. രണ്ടിലൊന്നറിഞ്ഞാ സ്വസ്ഥതക്കേട് അവിടെ തീരുമല്ലോ. കൂട്ടുകാരനോട് പറയണം ആ കുട്ടിയോട് ചെന്ന് ധൈര്യമായിട്ട് പറയാൻ. ഇഷ്ടമുള്ളവരുടെ മുഖത്ത് നോക്കി മനസ്സിലുള്ളത് പറയാൻ ഒരു പേടിയുടെ ആവശ്യമില്ല. മനസ്സിലെ ഇഷ്ടം ധൈര്യമായി മാറിക്കോളൂ ആ സമയത്ത്. ആ പിന്നെ ഒരു കാര്യം കൂടി, ഇനി ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ല എന്നാണ് പറയുന്നതെങ്കിൽ പിന്നീട് ഒരു തരത്തിലും അവളെ ശല്യപ്പെടുത്തരുതെന്നും കൂടി പറയണം. അവളെ ബോധ്യപ്പെടുത്താൻ അവൻ പല കാര്യങ്ങളും ചെയ്തിട്ടും മനസ്സിലാക്കാത്ത അവൾ ഇനി ഒരിക്കലും അവനെ മനസ്സിലാക്കാനും പോകുന്നില്ല.